സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ വ്യാപാര നഗരമായി മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനെ പ്രഖ്യാപിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ജില്ലാ ഭരണകൂടവും കൈകോർത്താണ് കോട്ടക്കൽ നഗരത്തിൽ പണമിടപാടിനായി നൂതന ഡിജിറ്റൽ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചത്. കോട്ടക്കൽ നഗരത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ മുതൽ പച്ചക്കറിക്കടകൾ വരെ ഇപ്പോൾ ക്യാഷ്ലെസ് സംവിധാനങ്ങളിലൂടെയാണ് വ്യാപാരം നടത്തുന്നത്. ഇ വാലറ്റുകളും സ്വൈപ്പിംഗ് മെഷീനുകളും ഉപയോഗിച്ചാണ് നഗരത്തിലെ ഭൂരിഭാഗം കടകളും പ്രവർത്തിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ പണമിടപാട് നടത്തി ഉപഭോക്താക്കൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങാം. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് കച്ചവടത്തിൽ വൻ ഇടിവുണ്ടായതോടെയാണ് വ്യാപാരികൾ ഡിജിറ്റൽ പണമിടപാട് സംവിധാനത്തിലേക്ക് മാറിയത്. ആദ്യഘട്ടത്തിൽ ടൌണിലെ മുഴുവൻ വ്യാപാരികൾക്കും കറൻസി രഹിത ഇടപാടുകളെക്കുറിച്ച് അവബോധവും പരിശീലനവും നൽകി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടണമായി കോട്ടക്കലിനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. വലിയൊരു മാറ്റം കോട്ടക്കലിൽ വന്നിട്ടുണ്ട്. ആളുകൾ കോട്ടക്കലിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് രംഗത്തും വലിയൊരു ഉയർച്ച സംഭവിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ കോട്ടക്കൽ എന്ന കറൻസി രഹിത സംവിധാനത്തിന്റെ ലോഗോ മന്ത്രി ടി.എം. തോമസ് ഐസക്കാണ് പ്രകാശനം ചെയ്തത്. കറൻസി രഹിത പണമിടപാട് നടത്തുന്ന രാജ്യത്തെ തന്നെ ആദ്യ ഡിജിറ്റൽ പട്ടണമായി കോട്ടക്കലിനെ കലക്ടർ അമിത് മീണ പ്രഖ്യാപിച്ചു. Kottakkal city is already declared as a digitally literate city where each and every shop is having one mode of digital transaction, financial transaction. സ്വൈപ്പിംഗ് മെഷീനുകൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്നതിനാൽ ഭൂരിഭാഗം കടകളിലും ഇ വാലറ്റുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകൾ തുടങ്ങിയ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ പണമിടപാട് ഏറെ സൌകര്യപ്രദമാണെന്നും ചില്ലറക്ഷാമം ബാധിക്കുന്നില്ലെന്നും വ്യാപാരികളും ഉപഭോക്താക്കളും പറയുന്നു. ഡിജിറ്റൽ സംവിധാനത്തേക്ക് മാറിയപ്പോൾ വളരെ ഉപകാരമാണ്. കുറെ ആളുകൾ ഡിജിറ്റൽ സംവിധാനത്തിന്റെ കാശ് തരുന്നുണ്ട്. ഇപ്പൊ കുറെ ചില്ലറിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കച്ചവടം ലെവലായി വരുന്നുണ്ട്. ഇതുവരെ ഡെവലപ്പല്ലേ, ഇന്നിപ്പോ ഡെവലപ്പായി വരുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു ഏറ്റവും നല്ലൊരു സംവിധാനമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. കോട്ടക്കൽ പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ക്യാഷ്ലെസ് സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മറ്റു പട്ടണങ്ങളും ഡിജിറ്റലാകാൻ ഒരുങ്ങുകയാണ്. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ പി രഞ്ജിത്തിനൊപ്പം PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.